Call Tulasi. എന്തോ Tulasi ഒന്ന് വിളിക്കാൻ. അത് ശരി. എന്നാ അത് ആദ്യം പറഞ്ഞാ പോരെ. വിളിക്കണ. ഹസ്ബൻഡ് കാണാൻ വന്നിരിക്കുന്നു. ഒരു ലീവ് എഴുതി കൊടുത്തിട്ട് ഇറങ്ങി വാ. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വർക്ക് പെൻഡിംഗ് ഉണ്ട്, ലീവ് എടുക്കാൻ വയ്യാന്ന്. I just don't care what the hell is going to happen to this bloody office if you take leave. Just do as I say, okay? രാജേട്ടാ പ്ലീസ്. Nothing of that sort. You have to come. ലീവ് എടുത്തിട്ട് ഇപ്പോഴെന്താ ഇത്ര അത്യാവശ്യം? അത് ഞാനാ ഡിസൈഡ് ചെയ്യാൻ. നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കാനെന്ന് വെച്ചോ. എത്ര നാളത്തേക്കാ ലീവ് എടുക്കുക? Say for 2 weeks. അല്ലെങ്കിൽ ഒരു മാസത്തേക്ക്. അത് കഴിഞ്ഞാലോ? എക്സ്റ്റെൻഡ് ചെയ്യണം. ക്രെഡിറ്റിലുള്ള ലീവ് അത്രയും തീർന്നാലോ? ലോസ് ഓഫ് പേ ലീവ് എടുക്കണം. അല്ലെങ്കിൽ റിസൈൻ ചെയ്യണം. എന്തിന്? എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ അല്ലേ? Look here, I don't want any of your arguments. You do what I tell you to do. ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ പിടിവാശി നടത്താൻ ഞാൻ എന്റെ ജോലി കളയണം അല്ലേ? I said no arguments. Do as I say. എനിക്ക് വയ്യ, ഞാൻ ലീവ് എടുക്കില്ല, എങ്ങും വരണമില്ല. Who do you think you're talking to, huh? ആരോട്? Who do you think you are? Who do you think you are, huh? എന്താ ഇത്? Mind your own business, you bastard. പ്ലീസ്. താൻ ഇപ്പൊ വിളിച്ചത് തന്റെ സംസ്കാരം, പക്ഷെ അത് കാണിക്കേണ്ട സ്ഥലം ഇതല്ല. വീട്ടിൽ വെച്ച് എന്ത് വേണമായിരിക്കും, പക്ഷെ ഇവിടെ വെച്ചത് പറ്റില്ല. പ്ലീസ് ഗോപിയേട്ടാ, പ്ലീസ്. ഐ എം സോറി. ഓഫീസ് ആയതുകൊണ്ട് ആൾബലം കണ്ടാവും നിന്റെ ഒക്കെ ഈ ധൈര്യം. Excuse me. You have to behave yourself. I have to remind you this is an office. Come on Tulsi, are you coming or not? ഇല്ല. ഞാൻ പറയുന്നത് അനുസരിക്കാതെ നോ, നീ എന്റെ ഭാര്യയായി കഴിയില്ല. And bear it in mind, you will have to pay for this. And I know how to teach you, you bitch. Hey, take it easy, Tulasi. ആകെ കൂടിയുള്ള ഒരു ആശ്രയം ഈ ജോലിയാ. ഇതും കൂടി ഇല്ലാണ്ടായ പിന്നെ ഇഷ്ടം പോലെ ചവിട്ടി അരയ്ക്കാമല്ലോ. ഒരുപാടായി ഞാൻ സഹിക്കണു, ഇനി വയ്യ. എന്താണെന്ന് വെച്ചാ ചെയ്തോട്ടെ, ഏറി വന്നാൽ ഉപേക്ഷിക്കുമായിരിക്കും. ഇതിലും ഭേദം അത് തന്നെയാ. എന്തൊക്കെയുണ്ട് തന്റെ ഓഫീസിലെ വൃത്താന്തങ്ങൾ? How is Tulasi? എടോ, ഈ സ്ത്രീയുടെ മനസ്സിന്റെ ഒരു രീതി എന്താന്ന് വെച്ചാൽ, സാധാരണയിൽ കവിഞ്ഞ സ്നേഹമുള്ളിടത്തെ വേണ്ടതിലേറെ പരിഭവവും പരാതിയും ഉണ്ടാവും. ആ തുളസിക്ക് എപ്പോഴും ഭർത്താവിനെ കുറിച്ച് പരാതികളായിരുന്നു. എന്റെ ഒരു റീഡിംഗ് ശരിയാണെങ്കിൽ അവൾ തിരികെ ഭർത്താവിനോട് ചേർന്ന് ഒട്ടും. പരാതികൾ കേൾക്കുമ്പോഴേക്കും സഹതാവുമായി ചുറ്റും കൂടുന്ന നിങ്ങളെപ്പോലുള്ളവർ വിഡ്ഢികളുമാകും. സ്ത്രീയുടെ മനസ്സെന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ സിമ്പിൾ. ശരിയാണ്. താനൊന്ന് അന്വേഷിച്ചു നോക്കൂ. ഇടയ്ക്കിടയ്ക്കുള്ള പിണക്കത്തിനേക്കാൾ ആഴത്തിലായിരിക്കും അവരുടെ ഇണക്കം. മനസ്സിനെ കുറിച്ചുള്ള ശ്രീയേട്ടന്റെ റീഡിംഗ് ശരി തന്നെയാ. There you are. പക്ഷെ കഥാപാത്രങ്ങൾ രംഗത്ത് വരുമ്പോൾ അറിയാണ്ട് വേഷം മാറിപ്പോകുന്നു. ശ്രീയേട്ടൻ കണ്ടെത്തുന്ന മുഖങ്ങൾ അവർക്കിണങ്ങാതെ വരുന്നു. മനസ്സിൽ കുറിക്കുമ്പോഴുള്ള മുഖവും രംഗത്ത് വരുമ്പോഴുള്ള മുഖവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ശ്രീയേട്ട. ഒരിടം വരെയേ വേഷക്കാരെ ചരടിന്റെ അറ്റത്ത് നിയന്ത്രിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവരാടുക മനോധർമ്മമാണ്. അവിടെ ശ്രീയേട്ടൻ നിസ്സഹായനാണ്. കൊള്ളാമല്ലോ, താനിന്നൊരു ഫിലോസോഫിക്കൽ മൂഡിലാണല്ലോ. അനുഭവങ്ങളുടെ ചൂടേൽക്കുമ്പോൾ ആരും ഫിലോസോഫിക്കലാവും. ശ്രീയേട്ടൻ തന്നെയല്ലേ പണ്ടങ്ങനെ പറഞ്ഞത്? അതെ, നമ്മുടെ കഥാനായകൻ എന്ത് പറയുന്നു? ഇന്നും ഓഫീസിൽ വന്നില്ല, ഇപ്പോഴും വഴിമുട്ടി നിൽക്കുന്നു. വഴിമുട്ടി നിൽക്കുന്നത് കഥാനായകൻ മാത്രമല്ല, കരുക്കൾ നീക്കാനുള്ള ധൃതിയിൽ കളം മാഞ്ഞു പോവുകയാണ്. അത് ശ്രീയേട്ടൻ കാണുന്നില്ല. ശാരദേ,
പുരാണത്തിൽ ഭാര്യയെ പണയം വെച്ച് ചൂത് കളിച്ച ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ശ്രീയേട്ടൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി കളിച്ചപ്പോൾ പണയപ്പെട്ടത് ഞാനായിരുന്നു. അതിനിയും ശ്രീയേട്ടൻ മനസ്സിലാക്കിയിട്ടില്ല. ഉണ്ണിയുടെ കാര്യത്തിൽ താൻ ഇത്ര ഇൻവോൾവ് ആകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അയാളുടെ നേച്ചർ അനുസരിച്ച് അയാൾക്ക് അപ്സെറ്റ് ആകാം, അത് നാച്ചുറലാണ്. പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് കളിക്കാൻ തുടങ്ങിയ നമ്മളിങ്ങനെ അപ്സെറ്റ് ആയാൽ എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ശ്രീയേട്ടൻ ഇപ്പോഴും മനുഷ്യരെ കാണുന്നത് കഥാപാത്രങ്ങളായിട്ടാണ്. ശ്രീയേട്ടൻ വരയ്ക്കുന്ന വൃത്തത്തിനുള്ളിൽ മാത്രം ചലിക്കുന്ന കഥാപാത്രങ്ങളല്ല ഞങ്ങൾ. ഞങ്ങളോ? ശാരദേ, താൻ എന്തൊക്കെയാ പറയുന്നത്? ശ്രീയേട്ടൻ അറിയില്ല. ശ്രീയേട്ടൻ ഒന്നും അറിയില്ല. ഈ നെഞ്ചു തൊട്ടിച്ചേർന്ന് കിടക്കുമ്പോൾ ഞാൻ കേട്ടിരുന്നത് ഈ മനസ്സിന്റെ മാത്രം തുടിപ്പുകളായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ണിയുടെ മനസ്സിന്റെ വിതുമ്പലുകളും കേൾക്കുന്നു. ഞാൻ കാണിച്ച സ്നേഹം സത്യമായിരുന്നു എന്ന് വിശ്വസിച്ച് മനസ്സ് തുറന്ന് കാണിച്ച ഉണ്ണി എനിക്ക് എന്റെ മനസ്സിൽ നിന്നും ആ ചിത്രം വായിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഉണ്ണി ഓഫീസിൽ വന്നില്ലെന്ന് ഓരോ തവണ ഞാൻ പറയുമ്പോൾ സാരമില്ലെന്ന് ശ്രീയേട്ടൻ പറയായിരുന്നു. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ എനിക്കത് കഴിയുന്നില്ല ശ്രീയേട്ട. എന്റെ മനസ്സ് നിയന്ത്രണത്തിൽ നിന്ന് വഴുതി പോന്നു. ഞാൻ ഉണ്ണിയെ വഞ്ചിക്കുകയായിരുന്നു. എന്നെ കുറ്റപ്പെടുത്തുന്നത് മറ്റാരുമല്ല, എന്റെ മനസാക്ഷി തന്നെയാണ്. എനിക്കത് നിഷേധിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഉണ്ണിയെ പറ്റി എനിക്ക് ചിന്തിക്കാണ്ടിരിക്കാനും വയ്യ. ശ്രീയേട്ടനറിയോ, എനിക്ക് ഉണ്ണിയെ കാണണമെന്ന് വരെ തോന്നുന്നു. എന്റെ ഈശ്വര, ഈ കുറ്റബോധത്തിൽ നിന്ന് എന്നെ ആരാശ്വസിപ്പിക്കും? ഭർത്താവിനോടൊപ്പം മറ്റൊരാളുടെ ചിത്രം കൂടി മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ അത് തടുക്കാൻ കഴിയാതെ വീർപ്പ് മുട്ടുന്ന ഒരു ഭാര്യയുടെ നിസ്സഹായത നിങ്ങൾക്ക് മനസ്സിലാവില്ല. അക്ഷരങ്ങളിൽ മാത്രം ജീവിക്കുന്ന മനസ്സുകളെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. വികാരങ്ങളുടെ മുന്നിൽ നിസ്സഹാരായി പോകുന്ന ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾ ഇനിയും കണ്ടിട്ടില്ല. ഇനി ഉറങ്ങായിരുന്നു. ഞാൻ വന്നത് ഒരു ഡിസ്റ്റർബൻസ് ആയില്ല. ഇപ്പോ ലീവാണല്ലേ? ശാരദ പറഞ്ഞിരുന്നു. എത്ര നാളത്തേക്കാ ലീവ്?
എനിക്കറിയില്ല. ഉണ്ണി കഥകളും നോവലുകളും ഒക്കെ വായിക്കാറുണ്ടോ? ഞാൻ വന്നത് ഉണ്ണിയോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, വരൂ, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ ഇവിടേക്കില്ല. ഉണ്ണിക്കറിയാവുന്നതേ ഉള്ളൂ. ഉണ്ണിയെക്കുറിച്ച് ശാരദ എന്നോട് ആദ്യം പറഞ്ഞത് വളരെ കാഷ്വലായിട്ടാണ്, ഓഫീസിൽ ജോയിൻ ചെയ്ത ദിവസം. പിന്നെ ഓഫീസിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ശാരദ എന്നോട് പറയാറുണ്ട്. പിറ്റേന്ന് ശാരദ അഭിനന്ദിച്ചപ്പോ ഉണ്ണി കരഞ്ഞുപോയി എന്ന് കേട്ടു. എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ ഉണ്ണിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. വളരെ സെൻസിറ്റീവാണ് ഉണ്ണിയെന്ന് എനിക്ക് മനസ്സിലായി. ചില പ്രത്യേകതകളുള്ള കഥാപാത്രമായി ഉണ്ണി എന്റെ മനസ്സിൽ വളരാൻ തുടങ്ങി. ജീവിതത്തിൽ കണ്ടെത്തുന്ന ചില പുതുമകളോടുള്ള ഒരു എഴുത്തുകാരന്റെ ആവേശമെന്ന് കരുതിയാൽ മതി. ഉണ്ണിയോട് കുറെ കൂടി അടുത്ത് പെരുമാറാൻ ഞാൻ ശാരദയെ പ്രേരിപ്പിച്ചത് അങ്ങനെയാണ്. അതെ ഉണ്ണി, ഞാൻ തന്നെയാണ് പ്രേരിപ്പിച്ചത്. ചലനം കാത്തുകിടക്കുന്ന ഒരു ജലവിധാനം പോലെയാണ് ഞാൻ ചുറ്റുപാടുകളെ കാണാൻ. പ്രകൃതി തരുന്ന ഒരു മഴത്തുള്ളി മതി ഓളങ്ങൾ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ കൗതുകത്തിന് വേണ്ടി എടുത്തെറിയുന്ന ഒരു ചെറിയ കല്ല് മതിയല്ലോ. ഓളങ്ങളുടെ ആ ചാഞ്ചാട്ടം എന്നും എന്റെ മേച്ചിൽപ്പുറങ്ങളായിരുന്നു. ഉണ്ണിയുടെ ഓരോ റിയാക്ഷൻസും ഞാൻ കണക്കുകൂട്ടിയതുപോലെ തന്നെയായിരുന്നു. സി, ഒരു പരീക്ഷണത്തിന്റെ കൗതുകം, ജസ്റ്റ് ദി ക്യൂരിയോസിറ്റി. അത് വെറും ഒരു തമാശയായിട്ട് അവസാനിപ്പിക്കാനേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സത്യം അറിയുമ്പോഴുള്ള ഉണ്ണിയുടെ പതർച്ച ഞാൻ ഊഹിച്ചതാണ്. ആ ഷോക്കിൽ നിന്നും വിട്ടുമാറാൻ അല്പം സമയം വേണ്ടിവരുമെന്ന് എനിക്കറിയാം. ഐ പെർഫെക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് യുവർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഉണ്ണിയോടുള്ള ശാരദയുടെ പെരുമാറ്റം വേറൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുവാൻ സ്വാതന്ത്ര്യം തരുന്നതായിരുന്നു ഉണ്ണിയുടെ കാഴ്ചപ്പാടിൽ. ഐ അഡ്മിറ്റ് ഇറ്റ്. പക്ഷേ ഒരു കൗതുകത്തിന്റെ പരിധികൾക്കപ്പുറത്ത് അതൊരിക്കലും കടന്നിട്ടില്ല. ശരിയല്ലേ? ഇതിപ്പോൾ സത്യവുമായി ഉണ്ണി പൊരുത്തപ്പെടേണ്ട നിമിഷമാണ്. യു ഹാവ് ടു. ഞങ്ങൾ തെളിച്ച ചാലും ഞങ്ങൾ ഉദ്ദേശിച്ചതിലേറെ ഉണ്ണി പോയി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് there is no other way. തിരിച്ചു നടന്നേ മതിയാവൂ. കഴിഞ്ഞതെല്ലാം ഒരു തമാശ മാത്രമായിരുന്നു എന്ന് ഉണ്ണി മനസ്സിലാക്കണം. എങ്കിലേ പിന്തിരിഞ്ഞു നോക്കി ഉള്ളു തുറന്ന് പൊട്ടിച്ചിരിക്കാനൊക്കൂ. ഉണ്ണിയുടെ ആ പൊട്ടിച്ചിരി ഇന്നിപ്പോൾ ശാരദയുടെയും എന്റെയും കൂടി ആവശ്യമാണ്. വെറുമൊരു പരീക്ഷണ വസ്തുവായിരുന്നു. ആവശ്യം കഴിഞ്ഞപ്പോ ഐ ആം സോറി ഉണ്ണി. ആലോചിച്ചു നോക്കുമ്പോൾ എനിക്കത് നിഷേധിക്കാനാവില്ല. പക്ഷെ അത് എനിക്ക് അവരോട് തോന്നിയ സ്നേഹം മനസ്സിലുറച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ പറയണം പരീക്ഷണമായിരുന്നു, തമാശയായിരുന്നു, മറന്നു കളയാൻ. ഉണ്ണി പറയുന്നതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ ഒരു ത്യാഗം ചെയ്യാനാണ് ഞാൻ ഉണ്ണിയോട് അപേക്ഷിക്കുന്നത്. ഞാൻ വളം വെച്ചു കൊടുത്തിട്ടുണ്ടായ കുരുക്കിൽ നിന്ന് എന്റെ ശാരദയെ വിട്ടുതരൂ എന്ന് യാചിക്കേണ്ട ഗതികേട് ഞാൻ സ്വയം വരുത്തി വെച്ചതാണ്. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെയാണ് തുറന്നു പറയുക? ഐ കൺഫസ് ഇറ്റ്. ഉണ്ണി, പ്ലീസ്, നമ്മുടെ മുന്നിൽ ഇതേ വഴിയുള്ളൂ.
ഞാൻ ഇറങ്ങുന്നു.